പിന്നെ ഇവിടെ 2 സഹാബാക്കൾ, 2 കബർ ഇവിടെ ഉണ്ട്. 2 കബറിൽ 3 സഹാബാക്കളുണ്ട്. 2 കബറിൽ നിങ്ങൾ കാണുള്ളൂ. അവിടെ 2 കബറിൽ 3 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കബറിൽ 2 ആളും ഒരു കബറിൽ 1 ആളും. അപ്പൊ നമ്മൾ തൊട്ട് മുന്നിൽ ഞാൻ കാണിച്ചു തരാം കബർ. തൊട്ട് മുന്നിൽ കാണുന്ന അത് കുറച്ച് വലുപ്പുണ്ടാവും. ആ കബറിൽ 2 ആൾക്കാരുണ്ട്. ആരൊക്കെ 2 ആൾക്കാർ? ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു, രക്തസാക്ഷികളുടെ നേതാവ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അതേ കബറിൽ വേറൊരാൾ കൂടെ ഉണ്ട്. ആ സഹാബിയുടെ പേര് അബ്ദുല്ലാഹി ഇബ്നു ജാഷ് റളിയല്ലാഹു അൻഹു. അതാരാണ്? ഹംസ റളിയല്ലാഹുവിന്റെ പെങ്ങളെ മകനാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒന്ന് നബിന്റെ എളാപ്പ, മറ്റേത് നബിന്റെ അമ്മായിന്റെ കുട്ടി ആണ്. ഹംസാന്റെ പെങ്ങൾ നബിന്റെ അമ്മായി അല്ലേ? നബിന്റെ അമ്മായിന്റെ കുട്ടി നബിന്റെ എളാപ്പയാണ്. ഒരൊറ്റ കബറിൽ, തൊട്ടടുത്ത കബറിൽ ഒരു സഹാബി മാത്രം. ഇവിടങ്ങള് ഈ കബറുകളൊക്കെ കാണുമ്പോഴും ഒരു കബറിൽ ഒരാൾ മാത്രമുള്ളത്, ഒരൊറ്റ സഹാബി മാത്രമേ ഉള്ളൂ. അപ്പൊ ആളുകൾ ചോദിക്കുമ്പോൾ എന്താ ആ കബറിൽ ഒരു സഹാബി മാത്രമായി പോയത്? അദ്ദേഹത്തിന്റെ അവിടെ ഇവരുടെ കൂടെ കടത്താൻ പറ്റില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ സിറട്ട് തന്നെ. അദ്ദേഹത്തിന്റെ പേരാണ് മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മിസ്അബ് ചരിത്രം നന്നായി പഠിച്ചോളൂ പ്രിയപ്പെട്ടവരെ. IPH സഹാബികൾ എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പേരെന്നെ മിസ്അബ് റളിയല്ലാഹുവിന്റെ ചരിത്രമാണ്. ആരാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു? അല്ലാഹുവിന്റെ റസൂല് ഈ നാട്ടിലേക്ക് നബി വരുന്നതിന് മുമ്പ് നബി പറഞ്ഞയച്ച ആളാണ്. ഈ മദീനക്കാർ ഇസ്ലാമിന് മാറ്റിയെടുക്കാൻ വേണ്ടി നബി പറഞ്ഞു വിട്ടത് സുമുഖനായ മിസ്അബിനെയാണ്. ഭയങ്കര സുന്ദരനായിരുന്നു എന്നാണ്. മക്കയിൽ അദ്ദേഹത്തെ പോലെ സുമുഖനായ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നില്ല എന്നാണ്. തലമുടിയൊക്കെ ചുമല് വരെ നീട്ടി വളർത്തിയിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം മാത്രമേ ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. യമനിൽ നിന്നും ഹലറമൗത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ചെരുപ്പ് മാത്രമേ ധരിക്കാറുള്ളൂ എന്നാണ്. അത്തറ് പൂശി വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയിട്ട് മക്കയുടെ തെരുവുകളെ സുഗന്ധപൂരിതമാക്കി മക്കയിൽ ജീവിച്ച രാജകുമാരന്റെ പേരാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു. അത്രയും സുന്ദരനായ ഒരു മനുഷ്യനെ മക്ക വേറെ പ്രസവിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ ആ മിസ്അബ് റളിയല്ലാഹു അൻഹു ഇവിടെ രക്തസാക്ഷിയായി വീണപ്പോഴേ അദ്ദേഹത്തിന്റെ ശരീരം മറക്കാൻ പൂർണ്ണ വലുപ്പമുള്ള ഒരു വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. അറിയില്ല നിങ്ങള്, ഇസ്ലാമിന്റെ പതാക, മുസ്ലിങ്ങളുടെ പതാക ആരുടെ കയ്യിലായിരുന്നു? മിസ്അബിന്റെ കയ്യിലാണ്. ഈ പതാക പിടിച്ച് മിസ്അബ് യുദ്ധം ചെയ്യുമ്പോൾ മിസ്അബിന്റെ വലത് കൈ ശത്രുക്കൾ വെട്ടി. ഈ പതാക വീഴ്ത്താൻ വേണ്ടിയിട്ട് മിസ്അബിന്റെ വലത് കൈ അവരരിഞ്ഞു. മിസ്അബിന്റെ വലത് കൈ വെട്ടിയപ്പം മിസ്അബ് പതാക ഇടത്തെ കൈയിലേക്ക് പിടിച്ചു എന്നാണ്. ഈ കൈ മുറിഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ ഇടത്തെ കൈ പിടിച്ചിട്ട് പതാക ഉയർത്തി പിടിച്ചു എന്നാണ്. അപ്പൊ ശത്രുക്കൾ ഇടത് കൈ വെട്ടി. അപ്പൊ മിസ്അബ് ഈ മുറിക്കൈകൾ കൊണ്ട് പതാക നെഞ്ചിലേക്ക് ഇങ്ങനെ പിടിച്ചു എന്നാണ്. അപ്പൊ ശത്രുക്കൾ കുന്തം കൊണ്ട് മിസ്അബിന്റെ നെഞ്ചിലാണ് കുത്തുന്നത്. ആ കുത്തേറ്റ് മിസ്അബ് റളിയല്ലാഹു കമിഴ്ന്നടിച്ചു കൊണ്ട് രക്തസാക്ഷിയായിട്ട് മിസ്അബിനെ മറമാടാൻ വേണ്ടി കബറൊക്കെ തയ്യാറാക്കി അതിലേക്ക് എടുക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനായി മറക്കാൻ പറ്റിയ വസ്ത്രമല്ല. ഒരു ചെറിയ വസ്ത്രമേ ആകെ ഉള്ളൂ. ഈ വസ്ത്രം തലഭാഗത്തേക്ക് വലിക്കുമ്പോൾ മിസ്അബിന്റെ കാലൊക്കെ പുറത്താവും. അപ്പൊ കാൽഭാഗത്തേക്ക് പിടിച്ച് വലിക്കുമ്പോൾ തല പുറത്താവും. 3 വസ്ത്രം വേണമെന്നാണ്. 3 പോയിട്ട് 1 അപ്പൊ എന്ത് ചെയ്യും നബി എന്ന് ചോദിച്ചു സഹാബാക്കൾ. നബി പറഞ്ഞു, നിങ്ങൾ പുല്ല് വെട്ടിക്കൊണ്ടെന്നുള്ളൂ. അങ്ങനെ സഹാബാക്കൾ ഇതിലൊക്കെ നടന്നിട്ടേ നീളത്തിലുള്ള ഇദ്ഹർ എന്ന് പറയുന്ന ഒരു പുല്ലുണ്ട്. ആ പുല്ലൊക്കെ വെട്ടിക്കൊണ്ടുവന്നു. പുല്ലൊക്കെ അരിഞ്ഞു കൊണ്ടുവന്നു. എന്ത് ചെയ്യണം നബി എന്ന് ചോദിച്ചു. നബി പറഞ്ഞു, മിസ്അബിന്റെ ആ വസ്ത്രം ഉണ്ടല്ലോ അത് തലഭാഗത്തേക്ക് വലിച്ചോളും. അപ്പൊ തലഭാഗത്തേക്ക് വലിക്കുമ്പോൾ കാലൊക്കെ പുറത്താണ്. ആ കാൽഭാഗത്തൊക്കെ ആ പുല്ലുകൊണ്ട് കെട്ടിക്കൊള്ളും. അങ്ങനെ പുല്ലും പുതപ്പുമായും മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു കബറിൽ ഇങ്ങനെ കിടക്കുന്ന രംഗം കണ്ടിട്ട് റസൂൽ ആ കബറിലേക്ക് നോക്കി മിസ്അബിനെ നോക്കി പ്രവാചകൻ തേങ്ങി കരയാൻ തുടങ്ങിയെന്നാണ്. നബി മിസ്അബിനെ വിളിച്ചത്, മിസ്അബേ, നിന്നെ മക്കയിൽ വെച്ച് ഞാൻ കണ്ട ഒരു കാലമുണ്ട്. അത്ര വസ്ത്രണ്ടെന്ന് ആലോചിച്ചു നിങ്ങൾ. നമ്മൾ എവിടെ കിടക്കുന്നു, ഇവരെവിടെ കിടക്കുന്നു, ഇടക്കൊന്ന് ആലോചിക്കുന്നത് നല്ലതാട്ടോ. നമ്മളെവിടെ, ഇവരെവിടെ? ഇവര് കൂടിയാണ് നമുക്ക് സ്വർഗത്തിലെത്തേണ്ടത്. നമുക്കവിടെ അല്ല വേറെ സ്വർഗമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. നമ്മളെ നിസ്കാരം നോമ്പ് മാത്രം മതിയാകൂല ഇവരെ കൂടെ നമുക്ക് എത്താൻ എന്നത് നമ്മൾ നന്നായി ആലോചിക്കേണ്ട കാര്യം. ഏതായിരുന്നാലും മിസ്അബ് റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹും, അബ്ദുല്ലാഹി ഇബ്നു യാശ് റളിയല്ലാഹു അൻഹും, അല്ലാ റളിയല്ലാഹു അൻഹും, അനസ് റളിയല്ലാഹു അൻഹും, അബ്ദുല്ലാഹി ഇബ്നു ജമൂർ, അങ്ങനെയൊക്കെ സഹാബാക്കൾ അനവധി അവിടെ കിടക്കണം. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് അവർക്ക് സലാം പറയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം എന്താണ്? എന്താ പരാജയപ്പെടാനുള്ള കാരണം? നേതൃത്വത്തിന്റെ കൽപ്പന ലംഘിച്ചു എന്നുള്ളതാട്ടോ. അനുസരണ കേടുന്നാണ് പറയാം. അപ്പൊ ഉഹുദിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട വലിയ പാഠം നേതൃത്വത്തെ അനുസരിക്കുക, അനുസരണം, അച്ചടക്കം. ഇതൊക്കെയാണ് ഇവിടുന്ന് കിട്ടേണ്ട പാഠങ്ങൾ കേട്ടോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും കൂടെ സ്വർഗീയ പൂന്തോപ്പിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. എത്രത്തോളം പ്രവാചകൻ കരഞ്ഞു ചോദിച്ച സഹാബാക്കൾ പറയുന്നത്, കരഞ്ഞും നബിയുടെ താഴെയുള്ള മണ്ണ് നനയോളം കരഞ്ഞു. ഹദീസിലുള്ള വാക്ക്, മണ്ണ് നനയോളം കരയണമെങ്കിൽ എത്ര കണ്ണീര് പ്രവാചകന്റെ കണ്ണിൽ നിന്ന് വീണിട്ടുണ്ടാവണം. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും റസൂല് കരയും നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് സഹാബാക്കൾ പറഞ്ഞത്. അങ്ങനെ സ്വന്തം എളാപ്പാന്റെ ആ ശരീരം കണ്ട് അന്ന് റസൂല് കരഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരിക്കലും നബി അങ്ങനെ കരയുന്നത് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വല്ലാത്ത സങ്കടത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂല് വീണുപോയത് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ വെച്ച് തന്നിട്ടുണ്ട്. ഏതായിരുന്നാലും രക്തസാക്ഷികളായ മൊത്തം സഹാബാക്കൾ, ആ സഹാബാക്കളെ മൊത്തം പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന ഈ മതിൽക്കെട്ടിനകത്ത് ഈ തൊട്ട് മുന്നിൽ കാണുന്ന ഇതാണ് ഖബർസ്ഥാൻ. ഇവിടെയാണ് അവരൊക്കെ മറമാടിയത് കേട്ടോ. മൊത്തം എത്ര ആൾക്കാരുണ്ട്? 70 ആൾക്കാരുണ്ട്. 70 ആളുകളിൽ 67 ആൾക്കാർ കിടക്കുന്നത് ഈ മതിൽക്കെട്ടിന്റെ ഇടതുഭാഗത്ത്. അവിടെ തന്നെ ഞാൻ ചൂണ്ടുന്നതിന് നേരെ ഉള്ളില് വലിയ വിശാലമായ തളമുണ്ട്. വലിയ തളം.
ആ തളത്തിനകത്ത് 67 ആൾക്കാരെ മറമാടിയിരിക്കുന്നു. ബാക്കി 3 ആൾക്കാരുണ്ട്, 67+3. ആ 3 ആൾക്കാരെ നമ്മൾ തൊട്ട് മുന്നിൽ 2 കവർ കാണും. ആ 2 കവറിൽ 3 ആൾക്കാരുണ്ട്. അങ്ങനെ മൊത്തം 70 ആൾക്കാർ. അപ്പൊ അത് ആരൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഈ 67 ആളുകളില് പ്രധാനപ്പെട്ട ഒരുപാട് സഹാബാക്കളുണ്ട്. അതിൽ ഒരു സഹാബിയുടെ പേര് പറയാതിരിക്കാൻ പറ്റൂല. അതാണ് ഹൻലല റളിയല്ലാഹു അൻഹു. ഹൻലയുടെ ചരിത്രമൊക്കെ നിങ്ങൾ നാട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. ആരാണ് ഹൻലല? ഹൻലല റളിയല്ലാഹു അൻഹു ഈ യുദ്ധത്തിന് വേണ്ടി നബി വെള്ളിയാഴ്ച രാത്രി നബി പോരുമ്പോഴേ ഹൻലല റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രി അദ്ദേഹം പുതുവണം മണവാട്ടിയുടെ കൂടെ ആദ്യ രാത്രി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് നൈറ്റ് തന്റെ പ്രിയതമയുടെ കൂടെ ഇങ്ങനെ കിടന്ന് ആദ്യരാത്രി ചുംബനങ്ങൾ കൊണ്ട് ആലിംഗനങ്ങൾ കൊണ്ട് തന്റെ പ്രിയപ്പെട്ടവളെ മൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു റളിയല്ലാഹു അൻഹു നബിയും സഹാബത്ത് യുദ്ധത്തിന് പോയിട്ടുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ അല്ലാഹു റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവളോട് സലാം പറഞ്ഞ് പോരാൻ ആയുധമൊക്കെ ധരിച്ചിട്ട് പടച്ചട്ടൊക്കെ അണിഞ്ഞിട്ട് പ്രിയപ്പെട്ടവളെ ആലിംഗനം ചെയ്ത് പോരുന്നുണ്ട്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ച ചോദ്യമുണ്ട്. ചോദ്യം ഇതായിരുന്നു: പ്രിയപ്പെട്ടവനെ, നാളെ യുദ്ധം കഴിഞ്ഞാല് നിങ്ങൾ നേരത്തെ എന്റെ അടുത്തേക്ക് വരൂലേ? ഞാൻ നിങ്ങളെ കാത്ത് ഇവിടെ ഉണ്ടാവും. ഞാനും നമ്മൾ ആദ്യ രാത്രിയാണ് നിങ്ങൾ ഇറങ്ങി പോകുന്നത്. അപ്പൊ നിങ്ങൾ യുദ്ധം കഴിഞ്ഞിട്ട് വേഗം വരണട്ടോ എന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ ഹൻലല റളിയല്ലാഹു പറഞ്ഞ മറുപടി ഉണ്ട്: പ്രിയപ്പെട്ടവളെ, നിനക്ക് സലാം. ഇൻഷാ അല്ലാഹ് ഇനി വിധിയുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നാളെ മാഴ്സറിൽ വെച്ചായിരിക്കും വീണ്ടും കണ്ടുമുട്ടാം. ഒരുപക്ഷെ മടങ്ങി വരാൻ സാധ്യതയില്ല കേട്ടോ, യുദ്ധത്തിനല്ലേ പോകുന്നത്. ചിലപ്പോ നമ്മൾ മാഴ്സറിൽ വെച്ചായിരിക്കും കാണാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വാക്ക് പറഞ്ഞ് യുദ്ധത്തിന് പോകുന്ന ഹൻലല റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവളെ പിന്നെ കണ്ടിട്ടില്ല. അവിടെ രക്തസാക്ഷിയായി വീണുന്ന. അങ്ങനെ വീണിട്ട് അദ്ദേഹത്തെ മറമാടാൻ വേണ്ടി സഹാബാക്കൾ കബറിലേക്ക് എടുക്കുമ്പോൾ രക്തസാക്ഷികളുടെ ശരീരങ്ങൾ കുളിപ്പിക്കാൻ പാടില്ല എന്നാണ്. അവരങ്ങനെ തന്നെ മറമാടാൻ വേണ്ടത്. ആ രക്തത്തോടെ മറമാടണം. അപ്പൊ കുളിപ്പിക്കാതെ ഓരോരുത്തരും ഇങ്ങനെ മറമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഹൻലലയുടെ അടുത്തെത്തിയിട്ട് ഹൻലലയെ മറമാടാൻ വേണ്ടി നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരമാകെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. അദ്ദേഹത്തിന്റെ അരക്കെട്ടിന്റെ ഭാഗത്തും തലഭാഗത്തും കാലിന്റെ ഭാഗത്തൊക്കെ ആരോ വെള്ളം കൊണ്ട് നനച്ചിരിക്കുന്നു. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു: നബിയെ, രക്തസാക്ഷികളെ കുളിപ്പിക്കാൻ പാടില്ല. ഇദ്ദേഹത്തെ മാത്രം ആരോ കുളിപ്പിച്ച പാടുകൾ കാണുന്ന വെള്ളം ഒഴുകുന്നുണ്ട്. ആരാ റസൂലെ ഇദ്ദേഹത്തെ കുളിപ്പിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ റസൂല് പറഞ്ഞു: അദ്ദേഹത്തെ അള്ളാഹുവിന്റെ മലക്കുകൾ കുളിപ്പിച്ചതാണ്. എന്തിനാ അദ്ദേഹത്തെ കുളിപ്പിച്ചത്? അദ്ദേഹം ആദ്യ രാത്രി തന്റെ പുതുമണവാട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ജനാപത്തുകാരനായിട്ട് അദ്ദേഹം ഈ ഇവിടെ വന്ന് യുദ്ധം ചെയ്തതാണ്. ഇതിന് വലിയ ശുദ്ധി ബാധിച്ചിട്ട് മാർഗമധ്യ രക്തസാക്ഷികളായി തീർന്നതാണ്. പിന്നെ അവിടെ എത്തിയപ്പം 2 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. എന്താണ് ഇവിടെ നടന്നത്? ഈ വഴികളിലൊക്കെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? അങ്ങനെ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി അള്ളാഹുവിന്റെ പ്രവാചകനെ രക്ഷിച്ചെടുത്തതാണ്. അങ്ങനെ റസൂലിനെ ആ ഗുഹയിലേക്ക് മടക്കി നബി അങ്ങോട്ട് മടങ്ങിയതോടുകൂടി സഹാബാക്കളെല്ലാം നബിയുടെ കൂടെ ആ മലമടക്കിലേക്ക് ചേർന്ന് നിന്നു. അങ്ങനെ യുദ്ധത്തിൽ ആര് വിജയിച്ചു? ശത്രുക്കൾ വിജയിച്ചു. മുസ്ലിങ്ങളൊക്കെ പിൻവാങ്ങി. പിന്നെ രണഭൂമി ശത്രുക്കൾക്ക് സ്വന്തമായി. പിന്നെ ശത്രുക്കൾ ചെയ്തത് ഇവിടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ അതിക്രമങ്ങളും ചെയ്യാം. ഈ 70 സഹാബാക്കളുണ്ട്. സഹാബാക്കളെ ശരീരങ്ങളൊക്കെ വെട്ടിക്കീറി വികൃതമാക്കി അബൂ സുഫിയാനും സംഘവും വിജയഭേരി മുഴക്കിയെന്നാണ്. അവർ വിജയിച്ചു. ബദർ യുദ്ധത്തിലെ പരാജയത്തിന് അവർ പകരം വീട്ടി. അവർ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ പകരം വീട്ടി അബൂ സുഫിയാനും സംഘവും എല്ലാം സന്തോഷത്തോടെ മടങ്ങിപ്പോയി. അവർ പോയ വഴിയാണത്. അവർ മടങ്ങിപ്പോയി. കുറെ കഴിഞ്ഞ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധമുണർന്ന് പിന്നെ നബി അവിടുന്ന് കുറെ കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നബി അവിടുന്ന് വരുന്നുണ്ട് ഇങ്ങോട്ട്. അവിടെ നിസ്കരിച്ച സ്ഥലക്കൊന്നും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നബി അവിടുന്ന് ഇങ്ങനെ കാൽമുട്ടൊക്കെ തകർന്ന റസൂലിന് നടക്കാനൊക്കെ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. വേച്ച് അവശനായി നബി നടന്ന് ഈ രണഭൂമിയിൽ വന്ന് നിന്നു. അപ്പൊ ഇവിടെ രക്തസാക്ഷികളായി കിടക്കുന്ന സഹാബാക്കൾ നബി ഇങ്ങനെ ഒരുപാട് മൃതശരീരങ്ങൾ വീണ് കിടക്കുന്നത് കാണുന്നുണ്ട്. റസൂൽ അതിന്റെ അടിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കാൻ തുടങ്ങി. അതിനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന നബിയുടെ എല്ലാമായ നബിയുടെ കാവൽക്കാരനായിരുന്ന നബിയുടെ വലങ്കയ്യായിരുന്ന ഈ ലോകത്തെ പ്രവാചകൻ അത്രയേറെ സ്നേഹിച്ചിരുന്ന മഹാനായ ഹംസയെ കാണാനില്ല. അപ്പൊ നബി ചോദിക്കാൻ തുടങ്ങി: അയിന ഹംസ, മാ ഫഅല ഹംസ, ഹംസക്ക് എന്ത് പറ്റി? എന്റെ എളാപ്പ എവിടെ പോയി? എളാപ്പ നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നൊക്കെ ചോദിച്ചു. റസൂൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ പ്രവാചകൻ നടക്കുമ്പോഴാണ് ഒരു ഭാഗത്തെ ഹംസ റളിയല്ലാഹു ഇങ്ങനെ വീണ് കിടക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതെന്ന്. നബി ചെന്ന് നോക്കുമ്പോൾ ഹംസ റളിയല്ലാഹു നബിയുടെ കളിക്കൂട്ടുകാരൻ രക്തസാക്ഷി ആയിരിക്കുന്നു. രക്തസാക്ഷി ആയിട്ടുണ്ടെന്നല്ല, അദ്ദേഹത്തിന്റെ ശരീരമാകെ വെട്ടിക്കീറി വികൃതമാക്കിയിരുന്നു. ആരാണ് ഹംസ റളിയല്ലാഹുവിനെ വധിച്ചത്? വധിച്ചയാളുടെ പേരെന്താണ്? വഹിഷി എന്ന് പറയുന്ന ഒരാളാണ്. വിഷം പുരട്ടിയ ചാട്ടുളി ഹംസ റളിയല്ലാഹുവിന്റെ നാഭിക്ക് നേരെ എറിഞ്ഞിട്ട് ഹംസ റളിയല്ലാഹുവിനെ വീഴ്ത്തിയത് അറിയില്ല ചരിത്രം. ഹംസ റളിയല്ലാഹു വീണ് കഴിഞ്ഞിട്ട് വഹിഷി എന്ത് ചെയ്തു? അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദിന്റെ അടുത്ത്, ഹിന്ദു കൂടാരത്തിലിരിക്കുന്നത് ഹിന്ദിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്: നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഹംസ, അപ്പൊ ഹിന്ദു പറഞ്ഞതായിരുന്നു ഇതൊക്കെ, നിങ്ങൾ വഹിഷി എറിഞ്ഞ് വീഴ്ത്തിയത്. എന്നിട്ട് പിന്നെ ഹിന്ദു ഹംസ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നു നിന്നു. എന്നിട്ട് തന്റെ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള കഠാരിയുണ്ട്. ആ കഠാരി പുറത്തെടുത്തിട്ട് റസൂലിന്റെ പിതൃവിന്റെ കണ്ണ് രണ്ടും ചൂഴ്ന്നെടുത്തു, മൂക്ക് ചെത്തിയെടുത്തു, ചെവി അരിഞ്ഞെടുത്തു, നാവ് പിഴുതെടുത്തു, വയറ് കീറിയിട്ട് കുടൽമാലകളെല്ലാം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ഈ കണ്ണും കാതും മൂക്കും നാവും ഒക്കെ അരിഞ്ഞെടുത്ത് അതൊരു മാലയിൽ കോർത്തു എന്നാണ്. ആ മാലയിൽ കോർത്തിട്ട് ആ മാല കഴുത്തിലിട്ടിട്ട് അബൂ സുഫിയാന്റെ ഭാര്യ നൃത്തം ചെയ്തു എന്നാണ്. എന്നിട്ടും മനുഷ്യൻ തീരാഞ്ഞിട്ട്
നബിയുടെ പിതൃവിന്റെ മാറ് പിളർത്തി അതിനുള്ളിൽ നിന്ന് കരള് പുറത്തെടുത്തിട്ട് ആ കരള് വായിലിട്ട് കടിച്ച് ചവച്ച് കാർക്കിച്ച് തുപ്പിക്കളഞ്ഞ കഥ എന്റെ പ്രിയപ്പെട്ടവർ കേട്ടിട്ടില്ല. അങ്ങനെ മൃഗീയമായി ഹംസാന്റെ ശരീരമായി, ആ പള്ളിയുടെ പേര് മസ്ജിദ് ഹംസ എന്നാണ് കേട്ടോ. മസ്ജിദ് സയ്യിദ് ഷുഹദ ഹംസാറിലുള്ള ഒരു സാക്ഷിയായി സംഭവമൊക്കെ നടന്നത് അവിടെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ സ്വന്തം പിതൃവിന്റെ ശരീരം ഇങ്ങനെയൊക്കെ കിടക്കുന്ന കണ്ണും മൂക്കും കാതുമൊന്നുമില്ലാതെ കരളത്തെ കടിച്ചു തുപ്പപ്പെട്ട് ഈ ലോകത്ത് പ്രവാചകനെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന സ്വന്തം എളാപ്പം ഇങ്ങനെ കിടക്കുന്നിറങ്ങി സഹാബാക്കൾ പറയാ ആ കാഴ്ച കണ്ടതോടുകൂടി വീഴുന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ച് തോൽപാത്രത്തിൽ വെള്ളമൊക്കെ എടുത്തിട്ട് വീണ് കിടക്കുന്ന മുസ്ലിങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പരക്കം പാഞ്ഞിട്ട് ആളുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മ അമ്മാർ റളിയല്ലാഹു അൻഹ. ആ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉമ്മ അമ്മാർ അള്ളാഹുവിന്റെ പ്രവാചകൻ ശത്രുമധ്യത്തിൽ പ്രവാചകൻ നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ച ഉമ്മ അമ്മാർ റളിയല്ലാഹു അൻഹ കാണുന്നത്. നബിയെ സഹായിക്കാൻ ആരുമില്ല, നബി അതാ ശത്രുക്കളുടെ ഇടയിൽ അകപ്പെട്ടിരിക്കുന്നു, ഏത് ഘട്ടത്തിൽ നബി വധിക്കപ്പെടും. ഈ കാഴ്ച ഉമ്മ അമ്മാറിനെ കണ്ടതോടുകൂടി ഒരു പെണ്ണാണ് ഞാൻ എന്ന കാര്യം ഉമ്മമാറ മറന്നുപോയി. ഉമ്മമാറ തന്റെ കയ്യിലുള്ള വെള്ളപ്പാത്രം ഉമ്മമാറ അന്തരീക്ഷത്തിലേക്കാണ് വലിച്ചെറിഞ്ഞു എന്നാണ്. അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉമ്മ അമ്മാറ തന്റെ അരക്കെട്ടിന് മുറുക്കി കൊടുത്തു. എന്നിട്ട് പിന്തിരിഞ്ഞോടുന്ന ഒരു ഭടനിൽ നിന്ന് ഉമ്മ അമ്മാറ റളിയല്ലാഹു അൻഹ ആയുധം കവർന്നെടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് കുതിച്ചു. എന്നിട്ട് ശത്രുക്കളെ പിളർത്തി ഉമ്മ അമ്മാറ പ്രവാചകന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പിന്നെ അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിച്ചത് ഉമ്മ അമ്മാറ റളിയല്ലാഹു അൻഹയാണ്. അതെങ്ങനെയായിരിക്കും ഉമ്മമാർ നബിനെ സംരക്ഷിച്ചിട്ടുണ്ടാവുക? ഇതൊന്ന് ഭാവനയിൽ കണ്ടാട്ടെ എങ്ങനെയായിരിക്കും ഉമ്മമാരെ പടവെട്ടിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് പിന്നെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കിലുണ്ട് ഒക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നബിയെ കുറിച്ച് പറഞ്ഞെന്താണെന്നറിയോ? ഈ ഒരു ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. രണഭൂമിയിൽ ശത്രുക്കളുടെ ഇടയിൽ ഞാൻ അകപ്പെട്ടിട്ടുണ്ട്, ഏത് ഘട്ടത്തിലും ഞാൻ വധിക്കപ്പെടാം. ഈ സമയത്ത് ഞാൻ കാണുന്നത് ശത്രുവലയത്തെ കീറിമുറിച്ചുകൊണ്ട് പടവാളുമായി ഒരു പെണ്ണ് എന്റെ അടുത്തേക്ക് ഓടി വരുന്നതാണ്, ഒരു സ്ത്രീ എന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നതാണ് ഞാൻ കാണുന്നത്. പടവാളുമായി ശത്രുവലയത്തെ കീറിമുറിച്ചിട്ട് ഉമ്മ അമ്മാർ പ്രവാചകന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. റസൂലിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ മുന്നിലേക്ക് നോക്കുമ്പോഴെല്ലാം ഉമ്മ അമ്മാറെ കാണും, ഞാൻ വലതുഭാഗത്തേക്ക് നോക്കിയാൽ ഉമ്മ അമ്മാറെ കാണും, ഞാൻ ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ ഉമ്മ അമ്മാറെ കാണും. ചില ഘട്ടങ്ങളിൽ പരിഭ്രാന്തിയോടുകൂടി ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും. രണഭൂമിയുടെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നോക്കുന്നിടത്തല്ല ഉമ്മമാർ. എന്താ അങ്ങനെ നോക്കുന്നിടത്തൊക്കെ ഉമ്മമാരുണ്ടാകാനുള്ള കാരണം? ഉമ്മമാരെങ്ങനെ ഉമ്മമാരാകെ ഒറ്റൊന്നല്ലേ ഉള്ളൂ. എങ്ങനെ എവിടെ നോക്കിയാൽ അപ്പൊ എന്താ ഉമ്മമാരെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉമ്മമാർ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കല്ലേ ചെയ്തത്. ഈ പടവാളിങ്ങിട്ട് കയ്യിലെടുത്തിട്ട് ഒരു ചിത്രശലഭം കണക്ക് പ്രവാചകന് ചുറ്റും പാറി പറന്ന് പടവെട്ടി ശത്രുക്കൾ തീർത്ത മരണക്കെണിയെ അടിച്ചു തകർത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവൻ തിരിച്ചെടുത്തത് ഉമ്മമാർ റളിയല്ലാഹു അൻഹയാണ്. ഉമ്മമാർ റളിയല്ലാഹു അൻഹ 13ഓളം വെട്ടേറ്റു യുദ്ധത്തിൽ നിന്ന്. 13 വെട്ട്, അതിലൊരു വെട്ട് വളരെ ആഴത്തിലുള്ളതായിരുന്നു. ഈ വെട്ട് ആർക്ക് കേൾക്കേണ്ടതാ? അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ ഏൽക്കേണ്ട വെട്ടൊക്കെ സ്വന്തം ശരീരം കൊണ്ട് ഉമ്മമാരെ തടുത്തു എന്നാണ്. എന്ന് മാത്രമല്ല, റസൂൽ ഈ വലിയ കുഴിയിലേക്കാണ് വീണത് കണ്ടതോടുകൂടി ഉമ്മ അമ്മാർ ഉറക്കെ വിളിക്കാൻ തുടങ്ങി, യാ മാഷറൽ അൻസാർ, അല്ലയോ അൻസാറുകളെ, മദീനക്കാരെ, നിങ്ങൾ എവിടെ? നിങ്ങളുടെ പ്രവാചകൻ അപകടത്തിലാണ്, നബിയെ സംരക്ഷിക്കാൻ മദീനക്കാരെ ഓടി വരൂ എന്ന് ഉമ്മ അമ്മാർ ഉറക്കെ വിളിക്കാൻ തുടങ്ങിയതാണ്. ആ വാക്ക് രണഭൂമിയിൽ ഇങ്ങോട്ട് പ്രതിധ്വനിച്ചതാണ്. ആ വാക്ക് കേട്ടിട്ടാണ് സഹാബാക്കൾ നബി നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടി വരാൻ തുടങ്ങിയത്. അങ്ങനെ 30 സഹാബാക്കൾ നബിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് നബിന്റെ ചുറ്റും, ഈ വീണ് കിടക്കുന്ന വലിയ കുഴിയുടെ ചുറ്റും 30 സഹാബാക്കൾ മനുഷ്യച്ചങ്ങല തീർത്ത് നിന്നു എന്നാണ്. എന്നിട്ട് ശത്രുക്കൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്നു. ഈ 30 ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും വധിക്കപ്പെട്ടു. അപ്പോഴേക്കും 9 സഹാബാക്കൾ ഓടി വന്നിട്ട് ഈ വീണ് കിടക്കുന്ന വലിയ ഗർത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഗർത്തത്തിൽ ഇറങ്ങി, കുഴിയിലിറങ്ങി നബിനെ താങ്ങിയെടുത്തു. അങ്ങനെ റസൂലിനെ താങ്ങിയെടുത്തിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ കയ്യിലുള്ള ഗനീമത്ത് സ്വത്തൊക്കെ വലിച്ചെറിഞ്ഞ് കിട്ടാവുന്ന ആയുധങ്ങളൊക്കെ മുസ്ലിങ്ങൾ തപ്പിപ്പിടിച്ചെടുത്ത് അതുവരെ അങ്ങോട്ട് പടവെട്ടിയിരുന്ന മുസ്ലിം സൈന്യം മുഴുവനും തിരിഞ്ഞു നിന്ന് മുസ്ലിം സൈന്യം മൊത്തം ഇങ്ങോട്ട് തിരിഞ്ഞ് യുദ്ധം ചെയ്യാൻ തുടങ്ങി. അപ്പൊ മുസ്ലിങ്ങളൊക്കെ കൂടി ഇങ്ങോട്ട് പടവെട്ടാൻ തുടങ്ങിയതോടുകൂടി പിന്തിരിഞ്ഞോടുന്ന ബാക്കിയുള്ള കുറേശികൾ, അവരെത്ര ആൾക്കാരുണ്ട്? 3000 ആളുകളുണ്ട്. ആ 3000ൽ 200 ആൾക്കാർ ഇതിൽ വന്നിട്ടുള്ളൂ. ബാക്കി 2800 ആൾക്കാർ അബൂ സുഫിയാനൊക്കെ അവിടെ തന്നെ ഉണ്ട്. അബൂ സുഫിയാൻ കുറെ ഓടി, ഓട്ടൊക്കെ നിർത്തി അബൂ സുഫിയാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അബൂ സുഫിയാൻ കാണുന്ന കാഴ്ച മുസ്ലിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതല്ല, മുസ്ലിങ്ങളെല്ലാം ഇങ്ങോട്ട് തിരിഞ്ഞ് പടവെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അബൂ സുഫിയാൻ അവിടുന്ന് കാണുന്നത്. ഇതോടുകൂടി അബൂ സുഫിയാൻ ഓട്ടം നിർത്തി അദ്ദേഹത്തിന്റെ കൂടെയുള്ള സൈന്യത്തെ എല്ലാം വീണ്ടും ക്രമീകരിച്ചു. എന്നിട്ട് വീണ്ടും രണഭൂമിയിലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് അവിടെ നിന്ന് മുസ്ലിം സൈന്യത്തെ ഇങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. ഇവിടുന്നൊക്കെ ആക്രമണം 2 ദിശയിൽ നിന്നാണ്. ഇവിടെ ഖാലിദും സംഘവും, അവിടെ അബൂ സുഫിയാനും സൈന്യവും, നടുവിൽ ഇസ്ലാമിക സൈന്യം. പ്രിയപ്പെട്ടവരെ, ഇതാണ്
യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. അങ്ങനെ വമ്പിച്ച പരാജയത്തിലേക്ക് മുസ്ലിങ്ങൾ വീണു. ഇസ്ലാമിക സൈന്യമാകെ ഛിന്ന ഭിന്നമായി ചതറിപ്പോയി. ഒരുപാട് സഹാബാക്കൾ വധിക്കപ്പെട്ടു. മൊത്തം 70 സഹാബാക്കൾ വധിക്കപ്പെട്ടു. എന്തിനധികം മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാരമായ പരിക്ക് പറ്റി. ഒരു ഘട്ടത്തില് അള്ളാഹുവിന്റെ പ്രവാചകനെ സംരക്ഷിക്കാനോ പ്രവാചകനെ നോക്കാനോ രണഭൂമിയിൽ ആരുമില്ലാതെ വന്നു. അള്ളാന്റെ റസൂല് സഹായിക്കാൻ ആരുമില്ലാതെ രണഭൂമിയിൽ പ്രവാചകൻ ഒറ്റക്കായതോടുകൂടി നബിയെ വധിക്കാൻ വേണ്ടി ഖുറൈശികൾ നബിന്റെ അടുത്തേക്ക് ഓടിയെടുത്തു എന്നാണ്. ആ ഒരു ഘട്ടത്തിലാണ് അബ്ദുല്ലാഹിബ്നു ഖമിയ എന്ന് പറയുന്ന ഒരാള് വലിയൊരു കല്ലെടുത്തിട്ട് റസൂലിനെ നേരെ എറിഞ്ഞു എന്നാണ്. ആ കല്ല് നബിന്റെ മുഖത്ത് വന്ന് അടിച്ചിട്ട് നബിന്റെ മുഖം തകരുകയും റസൂലിന്റെ വലതുഭാഗത്തെ താഴെ നിരയിൽ ഒരു അണപ്പല്ല് പൊട്ടി താഴേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അണപ്പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അണപ്പല്ല് ഇവിടുന്ന് ശത്രുക്കൾ എറിഞ്ഞ കല്ലേറിലാണ് മുഖമൊക്കെ തകർന്ന് അണപ്പല്ലൊക്കെ തെറിച്ചു പോയിന്നാണ്. അപ്പോഴേക്ക് അബ്ദുല്ലാഹിബ്നു ഖമിയ എന്ന് പറയുന്ന ഒരാള് പടവാളുമായി നബിന്റെ പിന്നിലൂടെ ഓടി വന്നിട്ട് ആ വാളുകൊണ്ട് പ്രവാചകന്റെ ചുമലിൽ ആഞ്ഞു വെട്ടിക്കളഞ്ഞു. റസൂലിന്റെ ചുമലിൽ ആഴത്തിലുള്ള ഒരു വെട്ടേറ്റും. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? റസൂല് കാണുന്നത് ശത്രുക്കൾ തന്നെ വളഞ്ഞു നിൽക്കുന്നതാണ്, ആരും സഹായിക്കാനില്ല. ഈ ഘട്ടത്തിലാണ് പലരും ശത്രുക്കൾ നബിക്ക് നേരെ അമ്പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരമ്പ് നബിയുടെ വിശുദ്ധമായ കവിളിലേക്ക് ഒരമ്പ് വന്ന് തറച്ചു കയറുകയും ചെയ്തു എന്നാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടവെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? ശത്രുക്കൾ മണ്ണിൽ കുഴിച്ചു വെച്ചിരുന്ന വലിയ ഒരു ചതിക്കുഴി, ആ ചതിക്കുഴിയിലേക്ക് റസൂല് കാല് തന്നെയാണ് വീണുപോയി. ആ വീഴ്ചയിൽ പ്രവാചകന്റെ കാൽമുട്ട് പൊട്ടുന്നു. തൽക്ഷണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി പോവുകയും ചെയ്തു. അങ്ങനെ കാൽമുട്ട് തകർന്ന് മുഖം തകർന്ന് അണപ്പല്ല് തെറിച്ച് ചുമലിൽ വെട്ടേറ്റ് അള്ളാന്റെ റസൂൽ ആ കുഴിയിലേക്ക് മറിഞ്ഞു വീണ് നബിക്കുള്ള ബോധം നഷ്ടപ്പെട്ടപ്പം ശത്രുക്കളെ വിചാരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ നബി വധിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ആ നബി അങ്ങോട്ട് വീണത് കണ്ടതോടുകൂടി മുഹമ്മദ് വധിക്കപ്പെട്ടു, മുഹമ്മദ് വധിക്കപ്പെട്ടു, കുത്തില മുഹമ്മദൻ കുത്തില മുഹമ്മദൻ, മുഹമ്മദ് ഇതാ വധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രണഭൂമിയിലൂടെ മുഴുവന്മാര് പരക്കം പായാൻ തുടങ്ങിയതാണ്. ഇതൊക്കെ മുസ്ലിങ്ങൾ കേൾക്കുന്നത്. ഇതോടുകൂടി ഇസ്ലാമിന്റെ പരാജയം സമ്പൂർണ്ണമായി തീർന്നതാണ്. പക്ഷെ ഈ ഒരു ഘട്ടത്തില് അള്ളാഹുവിന്റെ പ്രവാചകന് ശത്രുക്കൾ തീർത്ത മരണക്കെണിയിൽ നിന്ന് പ്രവാചകനെ രക്ഷിച്ചെടുത്തതാരാന്ന് ചോദിച്ചാൽ ഒരു അൻസാരി വനിതയാണ്. ആ വനിതയുടെ പേരാണ് ഒന്ന് ചുറ്റി ഞങ്ങളുടെ പിന്നിലേക്ക് വരുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കത് കാണാൻ പറ്റും. നിങ്ങൾ 50 ആളുകളും ശത്രുക്കൾക്ക് നേരെ ഒന്നിച്ച് അമ്പെയ്യണം. അങ്ങനെ തുരുതുരെ അമ്പെയ്ത്ത് നടത്തിയിട്ട് ശത്രുക്കൾ അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടിക്കണം. ഒരു കാരണവശാലും ആ കുന്നിന്റെ പിന്നിലൂടെ ഞങ്ങളുടെ പിന്നിലേക്ക് ശത്രുക്കളെ നിങ്ങൾ കടത്തിവിടരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് മാത്രമല്ല റസൂൽ അവരോട് പറഞ്ഞു, രണഭൂമിയിൽ എന്ത് തന്നെ സംഭവിച്ചാലും എന്റെ അനുമതി കിട്ടാതെ ഒരിക്കലും ആ കുന്നിൽ നിന്ന് നിങ്ങൾ താഴേക്ക് ഇറങ്ങി വരാൻ പാടില്ല, എന്ത് തന്നെ സംഭവിച്ചാലും. എത്രത്തോളം പ്രവാചകൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക. നമ്മൾ പരാജയപ്പെടുന്നു, ശത്രുക്കൾ ഞങ്ങളുടെ ശരീരഭാഗങ്ങളൊക്കെ വെട്ടിക്കീറി ഛിന്ന ഭിന്നമാക്കുന്നു. ആ വെട്ടിക്കീറപ്പെട്ട ശരീരഭാഗങ്ങൾ റാഞ്ചിയെടുക്കാൻ വേണ്ടി ആകാശലോകത്ത് നിന്ന് കഴുകന്മാർ പറന്നിറങ്ങുന്നു. ഈ കഴുകന്മാർ ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ റാഞ്ചിയെടുത്ത് ഉയർന്നു പറക്കുന്നത് നിങ്ങൾ കാണാനിട വന്നാൽ പോലും ആ കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങരുത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രധാനമാണ് ആ കുന്ന് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇവിടെ എന്ത് നടന്നാലും നിങ്ങൾ ഇറങ്ങരുതെന്ന്, എന്റെ അനുമതി കിട്ടാതെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങരുത് കേട്ടോ. അങ്ങനെ 50 ആൾക്കാരെ പ്രവാചകൻ അവിടെ നിർത്തി. ബാക്കി പിന്നെ 650 സഹാബാക്കളും 3000-ഓളം വരുന്ന ശത്രുക്കളും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ഈ 650 സഹാബാക്കൾ ശത്രുക്കളുടെ ഇടയിലേക്ക് കുതിച്ചു. ശത്രുക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നു. അങ്ങനെ പൊരിഞ്ഞ പോരാട്ടം. ഈ പോരാട്ടത്തിനൊടുവിൽ എന്ത് സംഭവിച്ചു? എല്ലാ യുദ്ധങ്ങളും സംഭവിക്കുന്നത് പോലെ ഇസ്ലാമിക സൈന്യം വിജയത്തിലേക്ക് കയറി. ആലോചിച്ചു, ആകെ 650 ആൾക്കാരേ ഉള്ളൂ. പക്ഷെ 650-ഓളം വരുന്ന സഹാബാക്കൾ 3000-ഓളം വരുന്ന ഖുറൈശികളെ പരാജയപ്പെടുത്തി. അങ്ങനെ പരാജിതരായ ഖുറൈശി സൈന്യം മുഴുവനും രണഭൂമി വിട്ട്, മക്കയുടെ ഭാഗം അതാണ്, അവിടുന്നാണ് അവർ വന്നത്, അവരെല്ലാം രണഭൂമി വിട്ട് പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. അങ്ങനെ പിന്തിരിഞ്ഞോടിയപ്പം രണഭൂമിയിൽ അവർ ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്ത്, ഈ സമ്പത്തിനാണ് എന്ത് പറയുക? ഗനീമത്ത് സ്വത്ത് എന്ന് പറയുക. അവരൊട്ടകങ്ങളും ആടുമാടുകളും ആയുധങ്ങളും പടക്കോപ്പുകളും എല്ലാം രണഭൂമിയിലിട്ട് അവർ ഓടിക്കാൻ. സ്വാഭാവികമായും വിജയികളായ മുസ്ലിം പട്ടാളക്കാർ ഈ സമ്പത്തെല്ലാം വാരിക്കൂട്ടാണ്. ഇങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആര് കാണുന്നുണ്ട്? അവിടെ നിർത്തിയ ആൾക്കാർ. അവർ താഴേക്ക് അമ്പൊക്കെ ആയിട്ട് അവരിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അവർ കാണുന്ന കാഴ്ച എന്താണ്? ശത്രുക്കൾ അതാ പിന്തിരിഞ്ഞോടുന്നു, മുസ്ലിങ്ങളൊക്കെ ഗനീമത്ത് വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ കാഴ്ച കണ്ടപ്പം അവിടെ നിർത്തിയ ആളുകൾക്ക് തോന്നി, ഇനിയിപ്പോ നമ്മളിവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഏകദേശം നമ്മൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ആ പിന്തിരിഞ്ഞോടുന്ന ശത്രുക്കളൊന്നും ഇനി മടങ്ങി വരാൻ ഒരു സാധ്യതയുമില്ല എന്നൊക്കെ അവർക്ക് തോന്നുകയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുമതി കിട്ടുന്നതിന് മുമ്പ് തന്നെ അവിടെ നിർത്തിയ സഹാബാക്കൾ ഭൂരിഭാഗവും രണഭൂമിയിലേക്ക് ഓടിയിറങ്ങി. അങ്ങനെ അവരും ഗനീമത്ത് സ്വത്ത് ശേഖരിക്കുന്നതിൽ മറ്റുള്ളവരെ പോലെ പങ്കാളികളായി തീർന്നു. അങ്ങനെ ഗനീമത്ത് സ്വത്ത് അവരൊക്കെ ശേഖരിക്കാൻ തുടങ്ങിയതോടുകൂടി പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കൾ, ആ ശത്രുക്കളുടെ കൂട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്ന, എന്നാൽ പിൽക്കാലം
പിൽക്കാലത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് കടന്നു വരികയും ഇസ്ലാമിനെ ഒരുപാട് യുദ്ധങ്ങളിൽ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് റളിയല്ലാഹു അൻഹു അന്ന് മുസ്ലിം അല്ലട്ടോ, അന്ന് ശത്രുക്കളുടെ പടനായകനാണ്. ഈ തന്ത്രശാലിയായ ഖാലിദ് റളിയല്ലാഹു അൻഹു പരാജിതനായി പിന്തിരിഞ്ഞോടുന്നതിനിടയിൽ ഖാലിദ് റളിയല്ലാഹു ദൂരെ നിന്ന് ഈ കുന്നിലേക്ക് നോക്കി. കുന്നിലേക്ക് നോക്കുമ്പം ഖാലിദ് കാണുന്ന കാഴ്ച ഈ കുന്നിൽ നിർത്തിയവരൊക്കെ താഴേക്ക് ഓടിയിറങ്ങുന്നതാണ്. ഈ കാഴ്ച ഖാലിദ് റളിയല്ലാഹു കണ്ടതോടുകൂടി അദ്ദേഹത്തിന്റെ കൂടെയുള്ള 200ഓളം വരുന്ന കുതിരപ്പടയെ